നമസ്കാരം. 2025 കഴിഞ്ഞു. ഇനി 3 മാസം കൂടെ ഉള്ളൂ. 2026 നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. മൂന്നാം തവണയും നമ്മുടെ പിണറായി വിജയൻ LDFന്റെ സർക്കാർ വരാനുള്ള ചാൻസുകളാണ് കാണുന്നത്. അതിന് അഘോരാത്രം പണിയെടുക്കുന്നതാകട്ടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. കോൺഗ്രസ് ചരിത്രത്തിന്റെ കേരളമുണ്ടായി ഇത്രയും നാളിന് ശേഷം കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ചതിയനായ യൂദാസായ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ നേതാവ്, കോൺഗ്രസ് നേതാവ് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, തിങ്കളാഴ്ച നിയമസഭ സമ്മേളനം കൂടി. വിഷയം ഹോട്ടാണ്. എന്താണെന്നറിയാം, രാഹുൽ വിഷയമാണ്. കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ VD സതീശൻ മാത്രം തീരുമാനമെടുത്ത് വാഴപ്പിണ്ടിയുള്ള KPCC പ്രസിഡന്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ആരെ? രാഹുലിനെ. VD സതീശൻ പറഞ്ഞു MLA സ്ഥാനം വരെ രാജിവെക്കണമെന്ന്. രാഹുൽ മാങ്കൂട്ടം വരത്തില്ല എന്നൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സമ്പ്രദായം നടക്കുന്നത്. രാഹുൽ സഭയിൽ വിവാദ കൊടുങ്കാറ്റിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ മാറി നിൽക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളിയായിരുന്നു രാഹുലിന്റെ വരവ്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് രാഹുൽ എത്തിയത്. വരും ദിവസങ്ങളിലും രാഹുൽ സഭയിലെത്താൻ തീരുമാനിച്ചതിനാൽ സഭാ സമ്മേളന കാലമാകെ പ്രതിപക്ഷ നിര കടുത്ത പ്രതിരോധത്തിലായിരിക്കും. അപ്പോ രാഹുൽ വന്നു, കാര്യങ്ങൾക്ക് തീരുമാനമായി. ഞാൻ രാഹുലിനെ സപ്പോർട്ടൊന്നും ചെയ്തില്ല. ആള് നല്ല കോഴിയാണ്. ഈ കോഴിത്തരമൊന്നും ഒരു രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചോളും വല്ല അടിസ്ഥാനമുണ്ടോ? ഇടൂ, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതുവരെ ഒരു FIR പോലും ഈ ഒരു സ്ത്രീ പീഡനത്തിന് എതിരെ ഇട്ടിട്ടില്ല. പിന്നെ അബോർഷൻ അല്ലെങ്കിൽ പെൺവിഷയം, ഇതെല്ലാം വീഡിയോയും ചാറ്റും വോയിസ് റെക്കോർഡും ഒക്കെ വന്നു. ഇതൊക്കെ വന്നോട്ടെ. ഇത് നിയമത്തിനെതിരായി എന്തെങ്കിലും വരുന്ന തക്ക FIR വീണിട്ടുണ്ടോ? ഇല്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? VD സതീശൻ മാത്രമാണ് പറഞ്ഞത്. VD സതീശൻ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വാഴപ്പിണ്ടി KPCC പ്രസിഡന്റും കൂടെ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഈ പറയുന്ന സസ്പെൻഷൻ. പക്ഷെങ്കില് അതിനെ നിരാകരിച്ചുകൊണ്ട് മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിന് വന്നിരിക്കുകയാണ്. അതാരാ? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ ഉണ്ടായി? കോൺഗ്രസിൽ തന്നെ ഭയങ്കര ധ്രുവീകരണം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് എന്താ? ഈ പറയുന്ന പ്രായം ചെന്ന വയസ്സായിട്ടുള്ള നേതാക്കന്മാരും വളർന്നു വരുന്ന തലമുറയിലെ ചുറുചുറുപ്പുള്ള നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞുകൊണ്ട് ഒരു വലിയ സെപ്പറേഷൻ തന്നെ നമുക്ക് കാണാം. 3 മാസമേ ഉള്ളൂ 2025 കഴിയാൻ വേണ്ടി. 2026 ഇലക്ഷനാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനും അല്ലെങ്കിൽ രാജിയെ അടിസ്ഥാനമാക്കി AICCക്ക് കംപ്ലൈന്റ് പോയായിരുന്നു. അപ്പം AICC കേരളത്തിലെ ഇൻചാർജ് ആയിട്ടുള്ള ദീപചേച്ചി പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ആദ്യം ദീപചേച്ചി പറഞ്ഞു രാജിവെക്കേണ്ട കാര്യമില്ല. ഇടോ മനുഷ്യ, രാജിവെക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഒരു FIR പോലും ഇട്ടിട്ടില്ല. അപ്പോ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ കോൺഗ്രസിനകത്തെ അതികഠിനമായിട്ടുള്ള ഉൾപോരാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു വളർന്നു വരുന്ന നേതാവാണ്. നമുക്കറിയാം, ഷാഫി പറമ്പിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ ഇല്ലാതാക്കണം, ഷാഫിയെ ഇല്ലാതാക്കണം, വളർന്നു വരുന്ന തലമുറയെ വെട്ടിനിരത്തണം. ഇതിനെ അടിസ്ഥാനമാക്കി നീചമായിട്ടുള്ള ഒരു കളിയാണ് VD സതീശൻ നമ്മളുടെ വാഴപ്പിണ്ടി KPCC പ്രസിഡന്റിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നത്. സന്തോഷമുണ്ട്. കാര്യം ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസിന്റെ ഒരു തീരുമാനങ്ങളും അത് വർഗീയതയെ കൂട്ടുപിടിച്ചിട്ട് ഈ പപ്പുമോൻ, അതായത് രാഹുൽ ഗാന്ധി പറയുന്ന കൂട്ട് പൊട്ടത്തരവും വിളിച്ചു പറഞ്ഞ് മനുഷ്യരിൽ ധ്രുവീകരണം ഉണ്ടാക്കി രാജ്യം പിടിച്ചടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. എന്നിരുന്നാലും കേരളത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് നയിച്ച ഒരു പാർട്ടിയായിരുന്നു നമ്മുടെ കോൺഗ്രസ്. പക്ഷെങ്കിൽ അത് വന്നിട്ടാണ് VD സതീശൻ എന്ന് പറയുന്ന യൂദാസ് ഇത്രയും മലീമസമാക്കി കളഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്പഷ്ടമായിട്ട് ഉപ്പ് കൂട്ടി ചോറുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് കളിക്കുന്നത് VD സതീശൻ മാത്രമാണ്. എത്രയും വേഗം AICC ഇടപെട്ട് VD സതീശനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം കുട്ടിച്ചോറായി പോകും.